ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരം ഡോബിപ്പാലത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മോഹനൻ പുത്തൻപുരയുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഹൈറേഞ്ചിലെ കർഷകരെല്ലാം അത്യധ്വാനത്തിന്റെ കഥകൾ പറയുന്ന ആളുകളാണ് പൊതുവെ. പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരത്തിനടുത്ത് ഡോബിപ്പാലം എന്ന സ്ഥലത്ത് പഴവർഗ്ഗങ്ങളും അതോടൊപ്പം തന്നെ ഏലം, കുരുമുളക്, കപ്പ തുടങ്ങിയ ഐറ്റങ്ങളെല്ലാം കൃഷി ചെയ്യുന്ന ഒരു സമ്മിശ്ര കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. മോഹനൻ പുത്തൻപുര എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ മോഹൻ ചേട്ടന്റെ കാർഷിക അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. മോഹൻ ചേട്ടന്റെ കാർഷിക പ്രവർത്തനങ്ങൾ ഇപ്പോൾ എന്തൊക്കെയാണ്, ഒന്ന് പറയാമോ? ഞാനിപ്പോൾ പുതിയ കൃഷിയിലേക്ക് മാറിയിരിക്കുന്ന ഏലമാണ് കൂടുതലായിട്ട് ഞാൻ കൃഷി ചെയ്യുന്നത്. ഏലം കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് കുരുമുളകിനെ കഴിഞ്ഞും മെച്ചമുണ്ട്. കാരണം കൊടിയുന്ന കുരുമുളക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന് നമുക്ക് കിട്ടുന്ന ഇൻകം വളരെ കുറവായിപ്പം. എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 700-800 രൂപയെങ്കിലും നമുക്ക് ആവറേജ് ഇതിന് കിലോയ്ക്ക് കിട്ടണം. കാരണം ഇത് ഉണക്കി കഴിഞ്ഞാലൊന്നും ഇത് തീരുന്നില്ല. പല ദിവസങ്ങളിലും കമ്പോളങ്ങളെല്ലാം നോക്കിയിരുന്ന് നമ്മൾ ഇതൊക്കെ വിറ്റഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഏലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും പ്രശ്നം വരുന്നില്ല. എന്നാൽ 1000 രൂപയൊക്കെ വരുമ്പം അത് ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ പോലും ഒരു 1500-2000 രൂപയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏലം വളരെ മെച്ചമാണ്. പിന്നെ ഞാൻ ഏലത്തിൽ നിന്നും കൃഷിയിലേക്കും പിന്നെയും മാറാൻ ഉദ്ദേശിക്കുന്നു. ഒരു പകുതി ഭാഗത്തോളം ഞാൻ അവകാഡോ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഒരു മരത്തിൽ നിന്ന് തന്നെ ഏതാണ്ട് ഒരു 8000 രൂപ ഒരു മരത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഏലം, അവക്കാഡോ അല്ലാതെ എന്തെല്ലാം ഐറ്റങ്ങളാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്? പൊതുവെ ഇപ്പോൾ എൻ്റെ പറമ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 37 സെന്റ് പട്ടയമുള്ളൂ. 40 സെന്റോളം സ്ഥലമുണ്ട്. അതിനകത്ത് വീടുണ്ട്. അതിനകത്ത് തന്നെ ഏലം കൃഷിയുണ്ട്. കുരുമുളക് 10-70 കിലോ കുരുമുളക് കിട്ടും. ഏലം തന്നെ ഒരു 200 കിലോ ഏലക്ക കിട്ടും. പിന്നെ അവക്കാഡോ അത് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 25 മേലെ ഫ്രൂട്ട്സ് എൻ്റെ പറമ്പിൽ തന്നെ ഉണ്ട്. എനിക്ക് അത്യാവശ്യം കഴിക്കാനും ഏതാണ്ട് കുറച്ചാൾ കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. മുന്തിരിക, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ ലിച്ചിയുണ്ട്. പിന്നെ മലബാർ പിസ്ത നട്ട് അത് കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധയിനം മാവ്, മൽഗോവ പോലുള്ള മാവുകളെല്ലാം ഒരു 5-6 ഐറ്റംസ് മാവുണ്ട്. അതിനകത്ത് കപ്പയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്. കാച്ചിലൊക്കെ ആവശ്യത്തിനുണ്ട്, ഇതുണ്ട്. ഈ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്ററിനുള്ളിൽ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് കുറച്ച് പറയാൻ കാര്യം. കാരണം എൻ്റെ പറമ്പിൽ പന്നി കയറിയാല, മുള്ളൻ കയറിയാല, അങ്ങനെയുള്ള എന്നെ കൃഷിയെ നശിപ്പിക്കുന്ന ഒരു ഇതും കയറി വരത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ജീവിത നേട്ടമെന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതുപോലെ തന്നെ കപ്പയൊക്കെ നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലേക്ക് മാറി ഇന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയിൽ ചെറുപ്പത്തിലേക്കെന്ന് പറഞ്ഞാൽ എഴുതി കിടക്കുന്നാലും കപ്പ നല്ല സൂപ്പർ കപ്പ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഉള്ള കപ്പയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വളവും ഇടാത്ത, ശരിക്കും പറഞ്ഞാൽ അടുപ്പിലെ ചാരം പോലും ഇടാറില്ല. അതാണ് നമ്മുടെ കൃഷി രീതി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഓർഗാനിക്, ഒരു പ്രശ്നങ്ങളും ഒരു മരുന്നും അടിക്കാത്ത ഒരു സംഭവമാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫ്രൂട്ട്, ഞാനിപ്പോൾ വാഴക്കൊലയുണ്ട്, ഏത്തക്കൊലയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ഐറ്റംസും എൻ്റെ ഈ പറമ്പിൽ ഇപ്പം ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെയുണ്ട് ചെറിയ കുളം ഉണ്ടാക്കി അത്യാവശ്യം ഒരു 100-300 മീൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെനിക്ക് ആവശ്യത്തിനുള്ള മീനും കിട്ടുന്നുണ്ട് ഈ കൂട്ടത്തിൽ. അപ്പോൾ എന്തായാലും സമഗ്രമായിട്ടുള്ള ഒരു കൃഷിയാണ്. കാര്യം സ്ഥലം വളരെ കുറച്ചേ ഉള്ളെങ്കിൽ പോലും ആ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിധം ഐറ്റങ്ങളും, പഴവർഗ്ഗങ്ങൾ, അതുപോലെ ഭക്ഷ്യയോഗ്യമായ ഐറ്റങ്ങൾ എല്ലാം കൃഷി ചെയ്യുകയാണ് മോഹൻ ചേട്ടൻ. ഇനി അതിൽ തന്നെ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഏലമാണെന്ന് പറഞ്ഞല്ലോ. ഈ ഏലം ഏതിനും ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്? ഞാനിപ്പോൾ വിവിധ സൈസിൽ വെറൈറ്റീസ് ചെടികളുണ്ട്. എനിക്ക് ഞള്ളാണിയാണ് ഏറ്റവും കൂടുതൽ കായ്ക്ക് വലിപ്പമുള്ളതായിട്ട് ഇവിടെ കാണപ്പെടുന്നത്. പിന്നെ ഏലരാജ എന്നും പറഞ്ഞൊരു ചെടിയുണ്ട്. ഏലരാജയൊക്കെ വളരെ വലിപ്പമുള്ള ചെടികളാണ്. അത് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. അത് കായ്ച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അതിനൊക്കെ ചരത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6 അടി മേലെ നീളം വരണം. അതാണ് ആ ഏലരാജയുടെ ഒരു മെയിൻ പ്രത്യേകത. ഏലരാജ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടുതൽ അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നിക്കുന്നത്. അതിൻ്റെ ചരത്തിനൊക്കെ ഭയങ്കര നീളമുണ്ട്. അപ്പോൾ അത് ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ 100-150 ചെടി എന്ന് എനിക്കുള്ളൂ. ആ 150 ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കായ് എനിക്ക് കിട്ടും എന്ന് ഉറപ്പുണ്ട് എനിക്ക്. പിന്നെ അതിലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവകാഡോ ആണ് കൂടുതൽ എനിക്കിപ്പോൾ ഒരു താല്പര്യമായിട്ട് തോന്നിക്കുന്നത്. ഒരു ചെടിയെ എനിക്ക് സത്യത്തിൽ അവകാഡോയുടെ വില തരണുള്ളൂ. അതേതാണ് ഞാൻ പറഞ്ഞ 8000 രൂപ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കൃഷിയിലേക്ക് കൂടുതലും ചിലവില്ലാതെ കണ്ട് മാറാനുള്ളൊരു ഇതാണ്. അവകാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മരത്തിനകത്തുനിന്ന് പുഴു കയറിയിട്ട് തള്ളുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിന് ഞാൻ മരുന്നടിക്കുമായിരുന്നു. മരുന്നടിച്ച് കെമിക്കൽ മരുന്നടിച്ച് കഴിഞ്ഞപ്പം തോക്കുവാറയിലുള്ള
കൃഷി ഓഫീസർ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അത് മേടിക്കണ്ട, അത് ശരിയാവില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പാറ്റാഗുളിയെ പൊടിച്ചിട്ട് അതിനകത്തേക്ക് പയ്യെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് ഭയങ്കര ഇതായിപ്പോയി, നേട്ടമായിപ്പോയി. അത് ഒരൊറ്റ പുഴു പിന്നെ നമ്മുടെ അവക്കാഡോയിൽ പിടിച്ചിട്ടില്ല. അപ്പോൾ വേറെ കെമിക്കലും പരിപാടിയൊന്നും ഇല്ല. അതെനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ആ കൃഷിയിലാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്, ഏലവും അവക്കാഡോയും. അപ്പോൾ അവക്കാഡോയും ഏലവുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി മോഹൻ ചേട്ടൻ ഏർപ്പെടുന്ന കൃഷികൾ. അതിൽ തന്നെ അവക്കാഡോയാണ് കൂടുതൽ ആദായകരമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എന്തുകൊണ്ടാണ്? ഈ അവക്കാഡോ കൃഷി ചെയ്ത് കഴിയുന്ന നമുക്ക് കൂടുതൽ പരിചരണങ്ങൾ വേണ്ടി വരുന്നില്ല, അതുപോലെ വളപ്രയോഗങ്ങൾ മരുന്ന് തളിക്കലൊന്നും വേണ്ടി വരുന്നില്ല. ഇത് കായ ഉണ്ടായി കഴിയുമ്പോൾ അത് പറിച്ചു വിറ്റാൽ അങ്ങനെയുള്ള എളുപ്പങ്ങൾ കൊണ്ടാണോ അവക്കാഡോ കൃഷിയാണ് കൂടുതൽ താല്പര്യം എന്ന് പറയാൻ കാരണം? അല്ല, ഇത് ആയുർവേദിക്ക് പരമായിട്ട് നോക്കിയാൽ ഏതാണ്ട് 20ഓളം രോഗങ്ങളെ ചെറുക്കാൻ കഴിയുന്ന ഒരു ഫ്രൂട്ടായിട്ടാണ് ഇത് എനിക്കറിയാൻ കഴിഞ്ഞത്. ഇതെനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഇതെല്ലാം അറിയാൻ തുടങ്ങിയതിന് ശേഷവും ഇതിൻ്റെ ഡിമാൻഡിനെ കുറിച്ചും ഇതൊരു കാലത്തും ഇത് ഡിമാൻഡ് താഴേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു അറിവ് കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. മാത്രമല്ല, ഇതിപ്പോൾ ഹൈറേഞ്ചിൽ ശരിക്കും പറഞ്ഞാൽ അതിന് അത്രയ്ക്ക് ഈ ഡിമാൻഡ് കുറെ കൂടെ കൂടുതലുണ്ട്. താഴത്തേക്ക് ലുലു പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ 350 രൂപ വരെ കിലോയ്ക്കുണ്ട്. അവിടെ അതാണ് അതിൻ്റെ നേട്ടം. അവിടെ നമുക്ക് കൊണ്ടു കൊടുക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ആവശ്യത്തിനുള്ള സാധനം ഉൽപ്പാദിപ്പിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ ആ ബൾക്കായിട്ട് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അതിന്റെ പ്രയത്നത്തിലാണ് ഞാനിപ്പോൾ. കുറെ എണ്ണം ഇപ്പം നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അത് എത്ര അകലത്തിലാണ് നട്ടിരിക്കുന്നത്? അകലം മരം ഇത് ഭയങ്കരമായിട്ട് പടർന്ന് പോകുന്ന ഒരു ചെടിയാണ്. ഏതാണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകലത്തിനെ വെച്ച് നോക്കിയാൽ ഒരു 10-20 അടിയെങ്കിലും അകലത്തിൽ നടണം. പക്ഷെ ഞാനിത് ആദ്യം കുറച്ച് കിളുത്ത് വന്നതൊക്കെ അതൊക്കെ ഇടയ്ക്കുന്ന് അങ്ങ് വെട്ടിക്കളഞ്ഞിട്ട് ഇച്ചിരി അകലത്തിലൊക്കെ ഒന്ന് വെച്ച് നിർത്തിയിരിക്കുക. പിന്നെ വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ പുറമെ പുള്ളിക്കുത്ത് കളർ പോലുള്ള ഇതും വെറൈറ്റി ഉണ്ട്. അത് ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരാശരി ഏതാണ്ട് ഒരു കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 900 ഗ്രാം ഒരു കിലോ വരും. ഈ 1 കിലോ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ 1 കിലോയുടെ ഇൻകം ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കൊന്നും ചെയ്യണ്ട. ഇത് മൂക്കുന്നു തന്നെ ഉണ്ടാകുന്നു, മൂക്കുന്നു, നമ്മൾ പറിച്ചങ്ങ് വിൽക്കുന്നു, ആ പറിക്കുന്നു, തൂക്കുന്നു. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, അവക്കാഡോ ഒരു കാരണവശാലും പഴമല്ല ഇത് പറിച്ചു കൊടുക്കുന്നത്. ഇത് മൂക്കുന്നതും മൂക്കാത്തതും പല വ്യക്തികൾക്കും അറിയില്ല. ഇതെങ്ങനെയാണ് ഇത് മൂക്കുന്നത്, ഇതെന്താ അതിൻ്റെ വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട്. ഇത് മൂക്കുന്നതിന് മുമ്പ് ശരിക്കും ഇതിന് നല്ല ക്ലൈസിങ് ആയിരിക്കും. പച്ച ഗ്രീൻ കളറിലുള്ള ക്ലൈസിങ് ആയിരിക്കും. ആ ക്ലൈസിങ് ഇവനെ അങ്ങ് നഷ്ടപ്പെട്ടുകൊണ്ട് പോയി ഒരു ഗ്രിപ്പ് പോലെയാകും. പിന്നെ ഓവറായിട്ട് മൂത്ത് കഴിയുമ്പം ഇതിനകത്ത് തേങ്ങ എടുത്തിങ്ങനെ നമ്മുടെ ചെവിയുടെ അടുത്ത് കുലുക്കുന്ന പോലെ ഉള്ളിൽ കായിരുന്ന് കിലുങ്ങും. അത് ഭയങ്കര മൂപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഭാഗം. അത് കഴിഞ്ഞാൽ പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളർ അങ്ങ് മാറിയിട്ട് ഒരു കോഫി ബ്രൗൺ ആയി മാറും. ആ സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒരു മേശയിലോ എവിടെയെങ്കിലും വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കീഴോട്ട് ഇങ്ങനെ അങ്ങ് പയ്യെ പതുങ്ങിയിരിക്കാൻ തുടങ്ങും. അത് എടുത്ത് ഞെക്കുകയൊക്കെ ചെയ്താൽ ഈ സാധനം പിന്നെ പോകാം. അതുകൊണ്ട് പച്ചയ്ക്ക് മാത്രമേ ഈ സാധനം എവിടെയും എടുക്കുകയുള്ളൂ, അല്ലാണ്ട് പഴുത്ത് ഒരിടത്തും എടുക്കില്ല. അപ്പോൾ ഈ ഇതിന്റെ തിളക്കം മാറിയിട്ട് ഒരു പരിപരിപ്പനായി വരുന്ന സമയത്താണ് ഇത് പറിച്ചു വെക്കേണ്ടത് അല്ലേ? ആ സമയത്ത് വെയിറ്റും കിട്ടും. ആ സമയത്താണ് ഞാൻ പറഞ്ഞത് ഏതാണ്ട് 1 കിലോയുടെ അടുത്തുള്ള വെയിറ്റും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറിച്ച് നമ്മളിത് അപ്പോൾ തന്നെ ഇത് ആളുകൾക്ക് വിൽക്കുകയാണോ ചെയ്യുന്നത്, അതോ പറിച്ചത് വെച്ച് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ ചെറിയതായിട്ട് പഴുത്തായി കഴിയുമ്പോഴാണോ വിൽക്കുന്നത്? പഴുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് വിൽപ്പന നടക്കില്ല. നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകൾക്ക് പോലും ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് കാലൊന്നും തട്ടിയാൽ പോലും ഇത് സാധനം പോവും. പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യ് ഒഴുകി പോകുന്ന പോലെ ഇതിൻ്റെ അകത്തുനിന്ന് അങ്ങ് ഒഴുകി പോകാൻ തുടങ്ങും. അതുകൊണ്ട് അത് നടക്കില്ല. പിന്നെ ഈ കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാനൊക്കെ ഇവിടെ ഉപയോഗിക്കാറുണ്ട്. ആദ്യമൊന്നും ഉപയോഗിക്കുന്നത് നമുക്ക് അത്രയൊരു താല്പര്യം തോന്നാറില്ലായിരുന്നു. നമ്മൾ ഈ കായ ഒരു കോഫി ബ്രൗൺ ആകുമെന്ന് പറഞ്ഞല്ലോ, ആ കോഫി ബ്രൗൺ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് എടുക്കുന്ന കുരുവങ്ങ് എടുത്ത് കളയുന്നു. ഈ സ്പൂൺ കൊണ്ട് ഈ ദശ ഇങ്ങനെ പഠിച്ച് എടുത്തു കഴിഞ്ഞ് മിക്സിയിലിട്ട് പാല് ആവശ്യത്തിനുള്ള മധുരവും ചേർത്ത് നമ്മളൊന്ന് അടിക്കുന്നു. അടിച്ച് വെള്ളം കൂടുതലില്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഏറ്റവും ഇത്. ആർക്കും ഇഷ്ടപ്പെടും. ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ കഴിക്കൽ തൊട്ട് പിന്നെ അത് ഒന്ന് കാത്തിരിക്കും ആളുകൾ. അങ്ങനത്തെ ഒരു സാധനമാണത്. പഴുത്തതായി കഴിയുമ്പോൾ തന്നെ അത് പൊറിച്ചെടുത്തിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള കാര്യമാണ് മോഹൻ ചേട്ടൻ പറഞ്ഞത്. ഇനി നമുക്ക് ഈ ഏലം കൃഷിയിലേക്ക് തിരിച്ചു വന്നാലേ, ഈ ഏലം എങ്ങനെയാണ് അതിന്റെ തുടക്കകാലത്തെ പരിചരണങ്ങൾ ഒക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാമോ? പണ്ട് കാലത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 അടി സ്ക്വയർ കുഴിയെടുത്തായിരുന്നു ഇത് കൃഷി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലം തോട്ടങ്ങളിൽ പോലും 2 അടി താത്തി 2 അടി സ്ക്വയർ ആയിട്ടുള്ള കുഴികളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതുപോലെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഏലം അരി പാകി കിളിപ്പിച്ചെടുത്ത് അത് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞാലായിരുന്നു അന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നത്. മറിച്ച് ഇന്ന് അങ്ങനെയല്ല. എല്ലാ ഏലത്തോട്ടങ്ങളിൽ പോലും കൃഷി ചെയ്യുന്നത് ഇതിൻ്റെ തട്ട അടത്തിയെടുക്കുക എന്ന് പറയും. സൈഡിൽ നിന്ന് 1 ചിമ്പോ അല്ലെങ്കിൽ 2 ചിമ്പെന്ന് പറയും, ചെറിയ ക്ലിപ്പ് കയറി വരുന്നതിന്. അതുകൂടെ കൂട്ടി മുറിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഞാനിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തടവെടുത്തിട്ടാണ് ഈ കുഴിയായിട്ട് താത്തിയിട്ട് വേര് പായാൻ വേണ്ടിയിട്ട് ശരിക്കും താത്തിയിട്ട് അതിൻ്റെ മേൽമണ്ണ് ഞാൻ പഠിച്ചിട്ട് ആ കുഴി നികത്തി
ഒരു തടവായിട്ടെടുത്ത് അതിനകത്താണ് ഞാൻ നടുന്നത്. അപ്പോൾ അതിനകത്ത് നടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു 1/2 കിലോയോളം കുമ്മായം ഇട്ട് കൊടുക്കും. കുമ്മായം ഇട്ടിട്ട് മണ്ണൊന്ന് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഈ ചെടി വേഗം കയറി വരും. ചിമ്പടിച്ച് കയറി വരുന്ന സമയത്ത് ഒരു ശകലം എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ വേപ്പിൻ പിണ്ണാക്ക് പോലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാറുള്ളൂ. അങ്ങനെയുള്ളത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. അതാണ് ഞാൻ എൻ്റെ കൃഷി രീതി. അതൊരു ഇപ്പോൾ ഈ വർഷം വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം തൊട്ട് അത്യാവശ്യം ഓരോ ഒരു 2 ചരം 4 ചരം 5 ചരം ഈ രീതിയിൽ ഉണ്ടാകാൻ തുടങ്ങും. പിന്നെ പിറ്റത്തെ വർഷം ആകുമ്പോൾ ന്യായം കായാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ പരിചരിച്ച് വന്നു കഴിഞ്ഞാൽ ഏകദേശം എത്ര നാൾ കഴിയുമ്പോഴത്തേക്കും ആദായം ലഭിച്ചു തുടങ്ങും? ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം വെച്ച് കഴിഞ്ഞാൽ തട്ടയാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ വർഷം തൊട്ട് നമുക്ക് ഏതാണ്ട് കുറേശ്ശെ കായ കിട്ടാൻ തുടങ്ങും. അതിൻ്റെ പിറ്റേ വർഷം നല്ല ഫ്ലൂസിങ്ങിൽ കായാവും. 3-ാം വർഷം 4-ാം വർഷം ആകുമ്പോഴത്തേനും ക്ലിയർ ആവും. അപ്പോഴത്തേനും ചെടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ആവറേജ് ഒരു 60 ചിമ്പിന് മേലെ വരും. അതാണ് ഏറ്റവും നമ്മുടെ ആ തുടക്കത്തിലുള്ള നല്ല കായെടുപ്പിൻ്റെ ഒരു സമയമാണ് ഈ 60 ചിമ്പ് 70 ചിമ്പ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവന് 4 വശത്തേക്കും അങ്ങോട്ട് പടർന്നിട്ട് പിന്നെ ഇതിലെ ഓരോ ചിമ്പായി അവിടുന്ന് പിന്നെ കയറി പിന്നെ അതങ്ങ് പടർന്ന് നിൽക്കും. ഇതാണെങ്കിൽ ഒറ്റ മൂടലാണ് ഈ തുടക്കത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതൊന്ന് ഒത്തിരി കൂടുതൽ നമുക്ക് ഇൻകം കിട്ടും. അതാണ് അതിൻ്റെ ഒരു ആദായം ലഭിക്കുന്നവരെ ഇതിന്റെ മരുന്ന് തളി ഒക്കെ എങ്ങനെയാണ്? മരുന്ന് തളി ശരിക്കും പറഞ്ഞാൽ ചൊറിക്ക് മാത്രം ഒരു മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഏലകൃഷിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏതൻ എന്ന് പറഞ്ഞൊരു മരുന്ന് ശരിക്കും പറഞ്ഞാൽ അടിച്ചു കൊടുക്കാറുണ്ട്. അത് ഈ ചൊറിക്ക് മാത്രമായിട്ടാണ്. ചൊറി ഉണ്ടെങ്കിൽ നമുക്ക് വിപണിയിൽ നമുക്ക് 2000 രൂപ കിട്ടുന്ന സമയത്ത് പോലും നമുക്ക് 1000 രൂപ പോലും കിട്ടുകയില്ല. അപ്പോൾ ചൊറിയില്ലാത്ത കായ, നല്ല ക്ലൈസിങ്ങോട് കൂടിയുള്ള കായ, വലിപ്പമുള്ള കായ, അത് വെറൈറ്റി ചെടികളിൽ നിന്ന് കിട്ടുന്ന കായകൾ, അതാണ് ഏറ്റവും. ചൊറിയില്ലെങ്കിൽ ചൊറിയാണെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ചൊറിക്ക് ഏതൻ ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. അത് വളരെ ബെനിഫിറ്റാണ്. ഏതാണ്ട് 150 ഗ്രാം ഈ ചെറിയ തരി പോലുള്ളൊരു ഇതാണ്. അത് വെള്ളത്തിലിട്ട് കഴിയുമ്പോഴത്തേനും ലയിച്ചു പോവുക. അതങ്ങോട്ട് അടിച്ചു കൊടുക്കും. അത് ചെറിയ ഏലത്തിൻ്റെ ചരത്തെ പോലും അത് ശരിക്കും പിടിച്ചിട്ട് പിന്നെ അത് ഉണ്ടാകുന്നില്ല. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ചൊറി ഇതിന്റെ ഏലക്കായുടെ ഉപയോഗത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണോ? അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളുടെ ഉപയോഗം, നമ്മൾ തൊലിക്ക് അകത്തുള്ള അരിയാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചൊറി ഉള്ള കായ കൊള്ളുകയില്ല. പക്ഷെ ശരിക്കും ചൊറിയുള്ള കായ ആയിരിക്കും ഗുണത്തിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? അതെ. അതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊരു കിലോ അരി മേടിച്ച് കഴിഞ്ഞാൽ 1 കിലോ മത്തി മേടിച്ചാലും ചിലപ്പം ചെറിയ മത്തി ആയിരിക്കും നല്ല മത്തി. പക്ഷേ വലിയ മത്തി അത്രയ്ക്ക് കൊള്ളത്തില്ലായിരിക്കും. അല്ലെങ്കിൽ കൊള്ളത്തില്ലെങ്കിൽ പോലും ആ വലുതല്ലേ നമ്മൾ മേടിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി എല്ലാം നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യാറുള്ളൂ. എല്ലാ കാര്യത്തിലും ഒരു തുണി എടുത്താലും എല്ലാം അങ്ങനെയല്ല ചെയ്യുന്നത്. പക്ഷേ ഏലച്ചൊറിയുള്ള കായ നമ്മൾ വീട്ടിലെടുത്ത് കഴിഞ്ഞാൽ നോക്കി എല്ലാം വെയിറ്റ് ഉണ്ടാകും. അതിനകത്തെ അരി നല്ല ക്ലിയർ ആയിരിക്കും. പക്ഷേ വിപണിയിൽ ചെന്നാൽ അത് 100% പുറകോട്ടടിക്കുകയുള്ളൂ. ചൊറിയുള്ള കായ മിക്കവാറും വിഷപ്രയോഗം കുറഞ്ഞ കായ ആയിരിക്കാനുമാണ് സാധ്യത കൂടുതൽ. ആയിരിക്കും. പക്ഷേ ആ ചെടിയിൽ നിന്ന് ഇപ്പം എനിക്ക് 2 കിലോയ്ക്ക് വക ഒരു ചെടിയിൽ നിന്ന് ഉണക്കക്കാ കിട്ടുന്നുണ്ട് എങ്കിൽ ആ ചെടിയിൽ നിന്ന് നമ്മൾ ഈ സൈസ് മരുന്ന് അടിക്കാതിരുന്നാലുള്ള കുഴപ്പമാണ്. എനിക്ക് ചരം മുഴുവൻ തീർന്നു പോകും. അതേ നിന്ന് തന്നെ ദ്രവിച്ച് തീർന്നു പോകും. പുഴുവൊക്കെ തിന്നുമൊക്കെ ആയിട്ട് ആ പുഴു തിന്നുന്നതിൻ്റെ ഭാഗമാണ് ഈ സംഭവിക്കുന്നത് കൂടുതലും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 100 ഗ്രാം ഏലക്കായ കസി കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ചൊറിക്കും മരുന്നടിക്കുന്നതിൻ്റെ പ്രശ്നം. മോഹൻചേട്ടൻ്റെ പഠനവും ബാല്യകാലവും ഒക്കെ എവിടെയായിരുന്നു? ഞാൻ ജനിച്ചു വളർന്നത് ചിത്രപുരത്ത് തന്നെയാണ്. എൻ്റെ അച്ഛൻ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് KSEBയിൽ ജോലി ഉണ്ടായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല അത്. അതുകൊണ്ട് അന്ന് 1.25 രൂപ മാസമാണോ ദിവസമാണോ എനിക്കറിയില്ല, മറന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിത്രപുരം ആശുപത്രിയുടെ ചിത്രപുരം കോളനിയുടെ സൈഡിലായിട്ട് അച്ഛൻ വെട്ടിപ്പിടിച്ചൊരു 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തെ കൃഷിയാണ് എനിക്ക് ഒരു പ്രചോദനം നൽകിയത്. കാരണം സ്ഥലം ഉണ്ടെങ്കിൽ അത് വലിയ കുഴപ്പമില്ല. മാത്രമല്ല ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചുമ്മാ വെറുതെ ഒരു കൃഷി ഇല്ലെങ്കിൽ പോലും ഒരു പെര വെച്ച് ജീവിക്കണമെങ്കിൽ 10 സെന്റ് സ്ഥലത്തിൽ കുറഞ്ഞൊന്നും ജീവിതം നടക്കുകയില്ല. കാരണം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ വാച്ചിലെ വെള്ളം അപ്പുറത്തേക്ക് പോയി, അപ്പുറത്തെ വെള്ളം ഇപ്പുറത്തേക്ക് വന്നെന്ന് പറഞ്ഞാൽ അത് കൂട്ട പ്രശ്നം ഉണ്ടാകുകയുള്ളൂ. ഇവിടെയൊക്കെ ലക്ഷം വീട് കോളനികൾ കൊടുക്കുന്നുണ്ട് 3 സെന്റ് 5 സെന്റ് 5 സെന്റ് ഒന്നും ആകുകയില്ല ഞാൻ നോക്കിയിട്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ നമുക്കൊരു എൻ്റെ കണക്ക് കൂട്ടാൻ പറഞ്ഞൊരു 30 സെന്റ് സ്ഥലം മനുഷ്യർ ജീവിക്കാൻ വേണം. ഒരു കാന്താരി നട്ട് പിടിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മുറ്റം ഇച്ചിരി ഇല്ലെങ്കിലൊന്നും ഒരു കളി നടക്കില്ല. ഇന്നത്തെ കാലത്ത് ജീവിതം നടക്കില്ല. അതെല്ലാം പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം ഈ വിഷമാണല്ലോ ഇന്ന് നമുക്ക് കിട്ടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയേണ്ട കാര്യമില്ല. മീൻ അതിലപ്പുറം. ഇപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ജീവിത രീതി. അപ്പോൾ അന്നത്തെ കൃഷികളൊക്കെ എന്തൊക്കെയായിരുന്നു? അന്ന് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുരുമുളകായിരുന്നു മെയിനായ കൃഷി. അന്ന് ഏലം കുറവായിരുന്നു. ഏലം ഉണ്ട്, വലിയ വലിയ തോട്ടങ്ങളിൽ മാത്രമേ ഏലമുള്ളൂ. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കുണ്ടായിരുന്നത് ഈ ഞാലിപ്പൂവൻ വാഴ കൃഷി ഭയങ്കരമായിരുന്നു. ഞാലിപ്പൂവൻ വാഴ കൃഷി ചെയ്യും, ഏത്തവാഴ ഉണ്ടായിരുന്നു, പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മുടെ സൈഡ് മറ്റേ വീടുകളിലേക്ക് ആവശ്യമായി എൻ്റെ അവിടുത്തെ പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് മരം ഒരു 10-30 മരങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കയറുമ്പോഴത്തേനും തന്നെ തീർന്നു പോകും. അത് ഓരോ
ചെടി അങ്ങ് തീർന്നു പോകും. പിന്നെ അന്ന് ഞങ്ങൾക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു, എനിക്ക് കറി വെക്കാനൊന്നും ഇല്ലെങ്കിലും നെല്ലുണ്ടായിരുന്നു, കണ്ടം കൃഷി ഉണ്ടായിരുന്നു. നെൽകൃഷി ഉണ്ടായിരുന്നതുകൊണ്ട് 2 സൈഡിലായിട്ട് ഒരു 22 കണ്ടം ഉണ്ടായിരുന്നു. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് കിട്ടിക്കഴിഞ്ഞാൽ ആ നെല്ല് വിൽക്കാൻ പോലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കഞ്ഞി നന്നായിട്ട് കുടിച്ച് ആ ശരീരമാണ് എൻ്റെ. ശരിക്കും പറയാതിരിക്കാൻ പറ്റില്ല. കപ്പ ഭയങ്കരമായിട്ട് കപ്പ കൃഷി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളും കഴിച്ചാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോകും ചില സമയത്ത്. ഇന്നത്തെ കണ്ടീഷനിലാണ് നമ്മൾ ഇത്രയൊന്നും ജീവിക്കില്ല, അതിന് സംശയമില്ല. ഇപ്പോഴെന്തൊക്കെയാണ് ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നത്? പശുവിളകൾ ഞാൻ പറഞ്ഞല്ലോ, കപ്പ ഉണ്ട്. എനിക്ക് എൻ്റെ ആവശ്യത്തിനും എൻ്റെ വേണ്ടപ്പെട്ടവർക്കും കൊടുക്കാനുള്ളത് കൂടുതൽ കായ്ച്ചിൽ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്. ചേനയുണ്ട്, ചേമ്പ് എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മാവ്, പ്ലാവ്, ചക്കയൊക്കെ എനിക്ക് ആവശ്യത്തിനുണ്ട്. ഒരു പ്രശ്നവുമില്ല. എല്ലാ സൈസും അത്യാവശ്യം മുന്തിരി കായ്ക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അത് കായ്ക്കാൻ തുടങ്ങി. ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതാണ്ട് 20-25 ഉണ്ട്. ഏതാണ്ട് ഒരു 8-10 എനിക്ക് കായ്ക്കാൻ തുടങ്ങി, മേലെയുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഒരു ജീവിത രീതി. ഇപ്പോൾ വീട്ടിലാരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ, എൻ്റെ വൈഫ്, മോനുണ്ട്, മോളുണ്ട്. അവർ രണ്ടുപേരും പഠനമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു, മോനും മോളും. വൈഫ് അംഗൻവാടി ടീച്ചർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ KICBയിലായിരുന്നു ഒരു താൽക്കാലികമായിട്ട് ഒരു 29 വർഷം പല സ്ഥലങ്ങളിലായിട്ട് ഒരു 12 സ്ഥലങ്ങളിലായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ഇപ്പം ഞാൻ താൽക്കാലികമായിട്ട് പോകുന്നില്ല. അങ്ങനെ തിരിച്ച് ഇപ്പം കൃഷിയായിട്ട് കൂടുതലായിട്ട് നോക്കി നിൽക്കുന്നു. എന്തായാലും വളരെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അതെ അതെ. എന്തായാലും ഒത്തിരി സന്തോഷം. പ്രിയ ശ്രോതാക്കളെ, ചിത്രപുരത്തിനടുത്ത് മീൻകെട്ടിലെ എല്ലാവിധ കൃഷികളും ഏർപ്പെടുന്ന, ഒപ്പം തന്നെ 25-ലധികം ഇനം പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന മാതൃകാ കർഷകനായിട്ടുള്ള മോഹനൻ PS പുത്തൻപുരയാണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. പള്ളിവാസൽ പഞ്ചായത്തിലെ ചിത്തിരപുരം ഡോബി പാലത്തെ സമ്മിശ്ര കർഷകനായ ശ്രീ മോഹനൻ പുത്തൻപുരയുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. മരങ്ങളിലെ ജൈവ കുരുമുളക് കൃഷി. ഇന്ത്യൻ കാർഷിക സമ്പദ്ഘടനയിൽ കുരുമുളക് കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കറുത്ത പൊന്ന് എന്ന പ്രാചീന കാലത്ത് തന്നെ കുരുമുളക് അറിയപ്പെട്ടിരുന്നതും അതിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. അതുതന്നെയാണ് വിദേശ രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ച് മലബാറിലേക്ക് ആകർഷിച്ചിരുന്നത്. പണ്ട് ഓരോ വീടിന്റെയും 4 അരികിൽ കമുകിലും ഫലവൃക്ഷങ്ങളിലും കുരുമുളക് വള്ളി ഉണ്ടായിരുന്നു. നമ്മുടെ കാലാവസ്ഥയും മണ്ണും കുരുമുളക് കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. നമ്മുടെ വീട്ടുവളപ്പിലും പറമ്പുകളിലും കാണുന്ന തെങ്ങ്, കവുങ്ങ്, മാവ്, പ്ലാവ്, മുരിങ്ങ, മുരിക്ക്, ശീമക്കൊന്ന തുടങ്ങിയ എല്ലാ മരങ്ങളിലും ഇവ അനായാസം വളരും. ഇനി മരങ്ങളില്ലാത്ത വീടുകളിൽ പോലും ചട്ടിയിൽ കുരുമുളക് വളർത്താം. കുരുമുളക് ഇനങ്ങൾ. കേരളത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഇനങ്ങൾ കരിമുണ്ടയും പന്നിയൂരുമാണ്. തെക്കൻ കേരളത്തിൽ കൊറ്റനാടനും, മധ്യ കേരളത്തിൽ നാരായക്കൊടിയും, വയനാട്ടിൽ അയിമ്പിരിയനും, ഇടുക്കിയിൽ നീലമുണ്ടിയും, വടക്കൻ കേരളത്തിൽ ബാലൻകോട്ട, കല്ലുവള്ളി എന്നിവയും കൂടുതൽ പ്രചാരം നേടിയിട്ടുണ്ട്. കോഴിക്കോട്ട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും പന്നിയൂർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അത്യുൽപാദനവും ഗുണമേന്മയുമുള്ള അനേകം ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇവയിൽ കരിമുണ്ട, പന്നിയൂർ 6, പന്നിയൂർ 7, ശുഭകര, ശ്രീകര എന്നിവ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ കൃഷി ചെയ്യാവുന്നതും, തേവം, ഗിരിമുണ്ട, മലബാർ എക്സൽ, ഐമ്പിരിയൻ എന്നിവ ഉയർന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാവുന്നതും, പന്നിയൂർ 2, പന്നിയൂർ 5 എന്നിവ തണലിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും, നീലമുണ്ടി, IISR ശക്തി, IISR തേവം എന്നിവ ദ്രുതവാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതും, പൗർണമി, നിമാവിരയെയും സാവധാന വാട്ടത്തെയും പ്രതിരോധിക്കാൻ കഴിവുള്ളതുമാണ്. പന്നിയൂർ 1 തുറസായ സ്ഥലങ്ങളിലേക്ക് അനുയോജ്യമാണ്. കൃഷിരീതി. പുതുമഴ ലഭിക്കുന്നതോടുകൂടി വീട്ടുവളപ്പിലുള്ള വൃക്ഷങ്ങളുടെ വടക്കുഭാഗത്ത് കുരുമുളക് ചെടികൾ പിടിപ്പിക്കാം. അതിനായി ചുവട്ടിൽ നിന്ന് 1 അടി വിട്ട് 1.5 അടി ചതുരാകൃതിയിലുള്ള കുഴിയെടുത്ത് അതിൽ ഉണക്കിപ്പൊടിച്ച ചാണകം അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് 5 കിലോ, 150 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ എല്ലുപൊടി, മേൽമണ്ണ് എന്നിവ കൂട്ടിക്കലർത്തി വെള്ളം കെട്ടിനിൽക്കാത്ത രീതിയിൽ കൂനയായി മൂടേണ്ടതാണ്. തിരുവാതിര ഞാറ്റുവേലയിലാണ് കുരുമുളക് തൈകൾ പിടിപ്പിക്കാൻ പറ്റിയ സമയം. ഇതിനായി മുമ്പേ തന്നെ നഴ്സറി തൈകൾ തയ്യാറാക്കാം. കാലവർഷം തുടങ്ങിയതിനു ശേഷം നടാനുള്ള കുഴികളിൽ 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 50 ഗ്രാം ട്രൈക്കോഡർമ എന്നിവയിട്ട് വീണ്ടും മണ്ണിളക്കി നല്ലവണ്ണം കൂട്ടിച്ചേർത്തതിനു ശേഷം വേര് പിടിപ്പിച്ച നല്ല ഇനം കുരുമുളക് വള്ളി 2 എണ്ണം വീതം നടേണ്ടതാണ്. തെങ്ങിലാണ് കുരുമുളക് പടർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തെങ്ങിന്റെ തടത്തിന് പുറത്ത് വടക്കു ഭാഗത്താണ് കുഴിയെടുക്കേണ്ടത്. നട്ടതിനു ശേഷം ഒരു കമ്പ് താൽക്കാലിക താങ്ങായി വെച്ചു കൊടുക്കേണ്ടതാണ്. വള്ളിയുടെ നീളം 1 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ താഴ്ഭാഗത്തുള്ള ഇലകൾ പറിച്ചെടുത്ത് 1/4 ഭാഗം വരെ താങ്ങിനോട് ചേർത്ത് മണ്ണിട്ട് മൂടണം. കൂടുതൽ വേരുൽപാദിപ്പിക്കുന്നതിനും തളിരുകൾ വളർന്ന് താങ്ങിന് ചുറ്റും കൊടി തിങ്ങി വളരുന്നതിനും ഇത് സഹായിക്കും. കുറ്റിക്കുരുമുളക്.
താങ്ങുമരങ്ങൾ ഇല്ലെങ്കിൽ ചെടിച്ചട്ടികളിലോ തറയിലോ ചാക്കുകളിലോ ഒക്കെ കുറ്റിക്കുരുമുളക് വളർത്താം. തറയിൽ കുറ്റിക്കുരുമുളക് നടാൻ 2x2 മീറ്റർ അകലത്തിൽ 1/2 മീറ്റർ ചതുരാകൃതിയിലുള്ള കുഴികളെടുത്ത് ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ ഇട്ട് മൂടിയതിനു ശേഷം നടാവുന്നതാണ്. ചട്ടികളിലാണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചാണകപ്പൊടി, മണൽ, മണ്ണ് എന്നിവ 1:1:2 എന്ന തോതിൽ കലർത്തി ചട്ടികളിൽ നിറച്ച് അതിൽ നടേണ്ടതാണ്. പോഷക ക്രമീകരണം. ജൈവിക പരിപാലനമാണ് കുരുമുളകിന് ഉത്തമം. ജൈവവളമായി ഉണക്കിപ്പൊടിച്ച ചാണകം, കമ്പോസ്റ്റ്, കോഴിവളം, ആട്ടിൻകാഷ്ടം, മണ്ണിര കമ്പോസ്റ്റ്, ചാരം തുടങ്ങിയവ ഉപയോഗിക്കാവുന്നതാണ്. ജൈവവളങ്ങൾ മണ്ണിൽ കൊടുക്കുന്നത് മൂലം സസ്യങ്ങൾക്ക് ഉപകാരപ്രദമായ സൂക്ഷ്മജീവികളുടെയും കുമിളുകളുടെയും അളവ് വർദ്ധിക്കുകയും മണ്ണിലെ ജീവകങ്ങളുടെയും പോഷകങ്ങളുടെയും നിലനിൽപ്പിന് അവസരം ലഭിക്കുകയും ചെയ്യും. ജൈവവളമായി 1 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 200 ഗ്രാം പ്രകൃതിദത്തമായ റോക്ക് ഫോസ്ഫേറ്റ്, 10 കിലോഗ്രാം ചാണകം എന്നിവ മെയ് മുതൽ ജൂൺ വരെയുള്ള മാസത്തിൽ നൽകാവുന്നതാണ്. അമ്ലഗുണമുള്ള മണ്ണിൽ ചെടിയൊന്നിന് 500 ഗ്രാം എന്ന തോതിൽ കുമ്മായം ഏപ്രിൽ മെയ് മാസത്തിൽ ഒന്നിടവിട്ട വർഷത്തിൽ നൽകേണ്ടതാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ജൈവവളമായി അസോസ്പൈറിലവും ഫോസ്ഫോബാക്ടീരിയയും 20 ഗ്രാം ഒരു ചെടിക്ക് എന്ന തോതിൽ നൽകാവുന്നതാണ്. മണ്ണ് പരിശോധനയ്ക്ക് ശേഷം പൊട്ടാസ്യത്തിന്റെ അളവ് കുറവെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ചെടിയൊന്നിന് 150 ഗ്രാം എന്ന തോതിലും, മഗ്നീഷ്യത്തിന്റെ അളവ് കുറവെങ്കിൽ 150 ഗ്രാം മഗ്നീഷ്യം സൾഫേറ്റും, സിങ്കിന്റെ അംശം കുറവാണെങ്കിൽ ചെടിക്ക് 30 ഗ്രാം എന്ന തോതിൽ സിങ്ക് സൾഫേറ്റും നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ സൾഫേറ്റ് ഓഫ് പൊട്ടാഷും മഗ്നീഷ്യം സൾഫേറ്റും സിങ്ക് സൾഫേറ്റും 1 ലിറ്റർ വെള്ളത്തിൽ 10, 5, 3 ഗ്രാം തോതിൽ കലക്കി വർഷത്തിൽ 2 പ്രാവശ്യം തളിച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ ചെടികൾക്ക് മേൽപ്പറഞ്ഞ ജൈവവളങ്ങളുടെ 1/3 ആദ്യ വർഷവും 1/2 രണ്ടാം വർഷവും മുഴുവൻ അളവ് 3-ാം വർഷം മുതലും കൊടുക്കാവുന്നതാണ്. കൊടിക്ക് ഉപകാരപ്രദമായ ഫോസ്ഫോബാക്ടീരിയ, അസോസ്പൈറില്യം, VAM തുടങ്ങിയ ജീവാണുവളങ്ങൾ ജൈവവളങ്ങളിൽ കൂട്ടിക്കലർത്തി ഒരു ചെടിക്ക് 20 ഗ്രാം എന്ന തോതിൽ കൊടുക്കാം. ഇവ ചെടിയുടെ വളർച്ചയും ഉൽപാദനവും കൂട്ടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടികളിൽ നട്ട കുറ്റിക്കുരുമുളകിന് വർഷത്തിൽ 2 പ്രാവശ്യം 100 ഗ്രാം വീതം ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും 2 മാസത്തിലൊരിക്കൽ 15 ഗ്രാം വീതം കടലപ്പിണ്ണാക്ക് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ നൽകാം. തണൽ ക്രമീകരണം. താങ്ങുമരം വലുതായാൽ തണൽ നിയന്ത്രിക്കുന്നതിനും സൂര്യപ്രകാശം കൊടികളിലേക്ക് എത്തുന്നതിനും വേണ്ടി ഇടയ്ക്കിടയ്ക്ക് കമ്പ് വെട്ടിക്കൊടുക്കണം. മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് താങ്ങുചെടികളിൽ 1-2 ചില്ലകൾ മാത്രം നിർത്തി നന്നായി കോതി കൊടുക്കുന്നത് സൂര്യരശ്മികൾ കൊടികളിൽ എത്തിച്ചേർന്ന് കൊടിയുടെ വളർച്ചയും വിളവും കൂട്ടുന്നതിനും രോഗാണുക്കളെയും കീടങ്ങളെയും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. രോഗനിയന്ത്രണം. ദ്രുതവാട്ടം. ഫൈറ്റോഫ്തോറ ക്യാപ്സിസി എന്ന ഒരിനം കുമിളാണ് ഈ രോഗത്തിന് കാരണം. മഴക്കാലം തുടങ്ങുന്നതോടുകൂടിയാണ് ഈ രോഗം വ്യാപിക്കുന്നത്. ഇലകളിൽ 1 അതിലധികമോ കറുത്ത പുള്ളിക്കുത്തുകൾ പ്രത്യക്ഷപ്പെട്ട് അവ വലുതായി ഇലകൾ കൊഴിയുകയും ചെയ്യുന്നു. പുതുതായി കിളിർത്ത് പടരുന്ന ചെന്തലകളുടെ തളിരിലകളും മാംസളമായ അഗ്രഭാഗവും കുമിൾ ബാധയേറ്റ് കറുപ്പ് നിറമാവുകയും കണ്ണിത്തലകളും തിരികളും ഇലകളും അടർന്നു വീഴുകയും കൊടി പൂർണ്ണമായും വാടുകയും ചെയ്യും. രോഗബാധയേറ്റ ചെടി വേരുപടലം ഉൾപ്പെടെ പിഴുതുമാറ്റി തീയിട്ട് നശിപ്പിക്കുകയും തോട്ടങ്ങളിൽ ശുചീകരണം നടത്തിയും വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കിയും ബോഡോ മിശ്രിതം തളിച്ചും തടത്തിൽ ഒഴിച്ചുകൊടുത്തും ഈ രോഗവ്യാപനം തടയാൻ പറ്റും. രോഗം വരാതിരിക്കാൻ മെയ് ജൂൺ മാസത്തിൽ കൊടിയൊന്നിന് 50 ഗ്രാം ട്രൈക്കോഡർമ എന്ന മിത്രകുമിൾ ചാണകത്തിലോ വേപ്പിൻ പിണ്ണാക്കിലോ ചേർത്ത് മണ്ണിലിട്ട് കൊടുക്കുക. സാവധാന വാട്ടം. ഇലകളുടെ മഞ്ഞളിപ്പും കുറേശ്ശെയുള്ള ഇലപൊഴിച്ചിലും തണ്ടിന്റെ അഗ്രഭാഗത്തുള്ള വാട്ടവും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. കൊടിയുടെ വേരിൽ നിമാവിരകളുടെ ആക്രമണം മൂലമാണ് ഈ രോഗം വരുന്നത്. തോട്ടത്തിൽ പതിവായി വേപ്പിൻ പിണ്ണാക്കിട്ടും മിത്രകുമിളായ ട്രൈക്കോഡർമ ഹാർസിയാനം 50 ഗ്രാം തോതിൽ വർഷത്തിൽ 2 പ്രാവശ്യം കൊടുത്തും രോഗം വരാതെ നോക്കാം. വൈറസ് രോഗങ്ങൾ. ഇലഞരമ്പുകൾ തെളിഞ്ഞു കാണുക, ഇലകളിൽ മൊസൈക്ക് മാതൃകയിൽ മഞ്ഞ നിറത്തിലുള്ള പൊട്ടുകൾ കാണുക എന്നിവയാണ് വൈറസ് രോഗലക്ഷണങ്ങൾ. വൈറസ് ബാധയില്ലാത്ത നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചും രോഗം വന്നവ പിഴുതുമാറ്റി നശിപ്പിച്ചും ഇവ പകരുന്നത് കുറയ്ക്കാവുന്നതാണ്. തിരികൊഴിയൽ രോഗം. വേനൽ മഴയും കാലവർഷവും ആവശ്യമായ തോതിൽ ലഭിക്കാതെ വരുമ്പോഴാണ് ഈ രോഗത്തിന്റെ രൂക്ഷത അനുഭവപ്പെടുന്നത്. 1% വീര്യമുള്ള ബോഡോ മിശ്രിതം തളിച്ച് ഇതിനെ ഒരു പരിധിവരെ തടയാം. മഴ കുറയുമ്പോൾ പരാഗണം നടക്കാത്തതിനാലും തിരികൊഴിയാൻ സാധ്യതയുണ്ട്. മാർച്ച് മുതൽ ചെടികൾക്ക് നന കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാം. ഇലപ്പേൻ. ഇലകളുടെ അടിഭാഗത്ത് വസിക്കുന്ന ഇലപ്പേൻ ഇലകളുടെ അരികുകൾ ചുരുട്ടി കുഴൽ പോലെ രൂപപ്പെടുത്തുകയും തളിരിന്റെ വളർച്ച മുരടിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുട്ടിയ ഭാഗം കൈകൊണ്ട് മുറിച്ചു മാറ്റിയും വേപ്പെണ്ണ മിശ്രിതം തളിച്ചും ഇലപ്പേനിനെ നിയന്ത്രിക്കാം.
മീലിമുട്ടകൾ. ഇവ തളിരിലും തണ്ടിലും വേരിലും പറ്റിപ്പിടിച്ച് ചെടിയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെടി മഞ്ഞളിച്ച് നശിക്കുകയും ചെയ്യുന്നു. വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ മിശ്രിതം എന്നിവ ഉപയോഗിച്ച് മീലിമുട്ടയെ നിയന്ത്രിക്കാം. പൊള്ളുവണ്ട്. കാലവർഷാരംഭത്തിൽ കൊടി തളിർക്കുവാൻ തുടങ്ങുമ്പോൾ കറുത്ത നിറത്തിലുള്ള പെൺവണ്ടുകൾ, തിരികൾ, മണികൾ ഇവയിൽ മുട്ടയിടും. മുട്ട വിരിഞ്ഞു വരുന്ന പുഴുക്കൾ മുളകുമണികൾ തുളച്ചു കയറി ഉൾക്കാമ്പ് തിന്ന് നശിപ്പിക്കുകയും മണികൾ പൊള്ളയാവുകയും ചെയ്യുന്നു. താങ്ങുമരങ്ങളുടെ കമ്പുകോതി തണൽ ക്രമീകരണം നടത്തുന്നതും വേപ്പെണ്ണ ഉപയോഗിച്ചുള്ള കീടനാശിനി 21 ദിവസം ഇടവിട്ട് 0.6% വീര്യത്തിൽ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെ തളിക്കുന്നതും പൊള്ളുവണ്ടുകളെ നിയന്ത്രിക്കാൻ സഹായിക്കും. വിളവെടുപ്പും സംസ്കരണവും. കുരുമുളക് തിരികളിൽ ഏതാനും മണികൾ ചുവന്ന് പഴുത്തു തുടങ്ങുമ്പോൾ തിരികൾ മുഴുവൻ പറിച്ചെടുത്ത് മെതിച്ച് വൃത്തിയാക്കി വെയിലിൽ 7 മുതൽ 10 ദിവസം വരെ ഉണക്കേണ്ടതാണ്. വിളവെടുപ്പിന് ശേഷം മുളകുമണികൾ തിളച്ച വെള്ളത്തിൽ 1 മിനിറ്റ് മുക്കിയെടുത്ത് ഉണക്കിയാൽ മണികൾക്ക് നല്ല ആകർഷകത്വവും കറുപ്പ് നിറവും ലഭിക്കും. നല്ലവണ്ണം ഉണങ്ങിയ 8 മുതൽ 10% വരെ മാത്രം ജലാംശമുള്ള കുരുമുളക് വൃത്തിയുള്ള ചാക്കിൽ കെട്ടി ഈർപ്പമില്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കേണ്ടതാണ്. കാർഷിക അറിവുകൾ, മോഹനൻ പുത്തൻപുരയുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കിസാൻ വാണി സമാപിക്കുന്നു.